അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയ കരട് ബില്ല് മലയോര കർഷകർക്ക് പ്രത്യാശ നൽകുന്ന തീരുമാനമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ 24-നോട് പറഞ്ഞു. അത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നതാണ്. കുടിയേറ്റ ജനതയ്ക്ക്, മലയോരങ്ങളിൽ വാസിക്കുന്നവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു, എന്തുകൊണ്ട് ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു തീരുമാനം ഇപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഒരു സംശയമേ ഞങ്ങൾക്കുള്ളൂ. ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുമോ, എങ്ങനെയാണെങ്കിലും ഞങ്ങളോട് ഒരു കരുണയോടുകൂടെ ഈ ഉത്തരവാദിത്തപ്പെട്ടവര് ഇടപഴകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ്. നടപ്പിൽ വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും. ബില്ലിനെ കേരള കോൺഗ്രസ് എം ചെയർമാനും MP-യുമായ ജോസ് കെ മാണിയും സ്വാഗതം ചെയ്തു. ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ വെടിവെക്കണം എന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദം കിട്ടിയതിനു ശേഷം വെറ്റിനറി ഡോക്ടർ വന്ന് മയക്കുമരുന്നാണ് വെക്കുന്നത്. ഇപ്പോൾ കളക്ടർക്ക് ഒരു ഓർഡർ കൊടുക്കാം, അതിന്റെ വിവരം ശേഖരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അതുവഴി സ്പെസിഫിക് ആയിട്ട് വൈൽഡ് ലൈഫ് വാർഡൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൊണ്ട് വെടിവെച്ച് കൊല്ലാം എന്നുള്ളതാണ്. അത് സ്വാഗതാർഹമാണ്, തീർച്ചയായും അല്പം ആശ്വാസമാണ്. പക്ഷെ ഇതിനേക്കാൾ പ്രധാനമായും മുന്നോട്ട് മറ്റൊരു കാര്യം വെച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ്, നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതിനെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ ആയി കേസെടുക്കുകയാണ്. അതൊരു പ്രിസംപ്ഷന്റെ ഇതിലാണ് എടുത്തിരിക്കുന്നത്. സെക്ഷൻ 63 പ്രകാരമുള്ള ഡയറക്ഷൻ കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്താൽ തീർച്ചയായും ഇതിൽ നിന്ന് മാറ്റം വരും. ഒരു പ്രിലിമിനറി എൻക്വയറി പോലീസ് നടത്തിയതിനു ശേഷം മാത്രമേ കേസിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.